നാം ഇന്ന് കുടിക്കുന്ന ലോകത്തിൻ്റെ വെള്ളം പാപത്തിൻ്റെ വെള്ളമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സിന് സന്തോഷ സമാധാനത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന മനുഷ്യരിൽ, ആശ്രയിക്കുന്ന ലോകത്തിലെ വസ്തുക്കളും അവസ്ഥകളിലുമല്ലേ നമുക്ക് സമാധാനം കിട്ടില്ല. നമ്മുടെ സമയം, അല്പസമയം ദൈവത്തിന് കൊടുത്ത് കർത്താവിനെ കൊടുത്തുകൊണ്ട് കർത്താവിനെ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ വിളിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി വരും. ഇന്ന് ദൈവം നമുക്ക് ആർക്കും വിദൂരസ്ഥനല്ല പ്രിയമുള്ളവരെ, നമുക്ക് സമീപസ്ഥനാണ് കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ആരെല്ലാം അവിടുത്തെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ആരെല്ലാം കർത്താവ് യേശു നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവർക്കെല്ലാം ജീവിതത്തിൽ ഉത്തരമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒരു പ്രാർത്ഥന പോലും കേൾക്കപ്പെടാതെ പോകില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥനയേക്കാൾ അധികമായി നമ്മുടെ സമയം നമ്മൾ നശിപ്പിക്കുന്നത് എവിടെയാണ്? ലോകത്തിലല്ലേ. ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച്, മറ്റുള്ള കുറ്റം പറഞ്ഞ്, കുറ്റം വിധിച്ച്, പരദൂഷണം പറഞ്ഞ് എത്രയോ മണിക്കൂർ നശിപ്പിച്ച് കളയുക. നമ്മുടെ നാവ് കൊണ്ട് നാം നമ്മൾ തന്നെ നശിപ്പിക്കുന്നവരാണ്. നമ്മുടെ സമയം ടി വി വീട്ടിലുണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം ടി വിയാണ്. സിനിമകൾ സീരിയൽ മാറി 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 ഇഷ്ടംപോലെ ചാനലുകളുണ്ടെന്ന് നമ്മളെ തന്നെ നശിപ്പിച്ച് കളയുക, കൊന്നുകളെ നമ്മളെ തന്നെ. നമ്മുടെ ആത്മാവിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുകയാണ് ഈ പ്രവൃത്തികളിലൂടെ. നമുക്ക് എന്ത് കിട്ടും? ഒന്നും നേടാനായിട്ടില്ല. അതിലുപരിയായി ആ സമയങ്ങൾ എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കുന്നെങ്കിലോ, എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? കർത്താവേ, എനിക്ക് കടമുണ്ട്, എൻ്റെ പെണ്ണെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് രോഗമുണ്ട്, എനിക്ക് വണ്ടി മേടിക്കണം. ഇതല്ല പ്രാർത്ഥന, അത് പ്രാർത്ഥനയല്ല. കർത്താവ് പറയുന്നുണ്ടോ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാനില്ല, എന്ന് ഭക്ഷിക്കും, എന്ന് പാനം ചെയ്തവർത്തിൽ ആരും അസ്വസ്ഥരാകേണ്ടതില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളുടെ പിതാവിനെ അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഈശോ പഠിപ്പിക്കുന്നത്. കർത്താവ് സുവിശേഷം 6:31 വചനത്തിൽ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് ദൈവത്തോട് നടന്ന സംഭാഷണമാണ് പ്രാർത്ഥന. എനിക്കെൻ്റെ ഉള്ളിലുള്ള വേദന നമുക്ക് ഈശോയോട് പറയാം, സംസാരിക്കാം. നമുക്ക് ഉറ്റ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. നമ്മൾ പോയിരുന്നിട്ട് നമ്മൾ ദൈവം എനിക്ക് അത് ഇത് എന്നല്ല പറയരുത്. ഇനി അതിലുപരിയായിട്ട് ഒരു വലിയൊരു ബന്ധം ഉള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. ഹൃദയത്തിൽ നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അത്തരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, അടച്ചിട്ട് മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒരു പ്രാർത്ഥനയും വെറുതെ അല്ല. നമ്മൾ ഈ ലോകത്തിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി ദുരോഗ്യം വിളിച്ചാൽ നമ്മുടെ തൊണ്ട പോയി, നമ്മുടെ ആരോഗ്യം പോയി. ദൈവത്തെ സ്തുതിച്ചാലോ ആ നിമിഷം ദൈവം റെസ്പോണ്ട് ചെയ്യും, ദൈവം പ്രതികരിക്കുകയാണ്. സ്വർഗം തുറന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം പ്രിയമുള്ളവരെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആരും വിചാരിക്കില്ല, മൊബൈൽ ഫോൺ എടുത്തിട്ട് ഓ ബ്രദറെ സിസ്റ്ററെ അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു പിന്നെ പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ എൻ്റെ വഴിക്ക് പോവുക. അതല്ല ജീവിതം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ജെറമ്യായുടെ പുസ്തകം 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളും പരാജയങ്ങളും ദുരിതങ്ങളും എല്ലാം ദൈവം അനുവദിക്കുകയാണ് ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ചില മനുഷ്യർ പ്രശ്നങ്ങൾ വരുമ്പോൾ ലോകത്തിലേക്ക് പോകുന്നു, മദ്യപിക്കാൻ പോകുന്നു, ആത്മഹത്യയ്ക്ക് വേണ്ടി പോകുന്നു. അവർ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല, സ്വയം ദൈവത്തെ നശിപ്പിക്കുകയാണ്. പക്ഷേ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്നുവോ അവൻ ഉത്തരമുണ്ട് അതിൻ്റെ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പഞ്ചാബിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ബൈബിള് കത്തിച്ചു കളഞ്ഞ മനുഷ്യനാണ്. യേശുവിൻ്റെ വലിയ എതിരാളിയായിരുന്നു. അവൻ യേശുവിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. യേശുവിനെ നാം വഹിക്കുന്നവരെ കണ്ടാൽ വെറുപ്പായിരുന്നു. വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞു, ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയി. അവസാനം നിരാശയായി ജീവിതം വേണ്ട, മരണം മുമ്പിൽ കണ്ടു, ആത്മഹത്യ ചെയ്തേക്കാം. ഒരു രാത്രിയിൽ അവൻ തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നില്ല, താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്.
അന്ന് പ്രഭാതത്തിലല്ലേ കടന്നു പോകുന്ന തൻ്റെ ഗ്രാമത്തിൽ പോകുന്ന ട്രെയിന് മുമ്പ് ചാടി മരിക്കുക, അങ്ങനെ ആത്മഹത്യ ചെയ്യുക. രാത്രിയിൽ അവൻ ഉറക്കമില്ലാതെ മുറിയിലിരിക്കുകയാണ്. നേരം വിളിക്കാറാകുമ്പോഴേക്കും തൊട്ടടുത്താണ് റെയിൽപാത, ചാടി മരിക്കണം. അവിടെ ട്രെയിൻ കടന്നു വരുമ്പോൾ ഉറക്കമില്ലാതെ ഇരിക്കുകയാണ് രാത്രിയിൽ. ഒരു നിമിഷം അവൻ ചോദിച്ചു, ജീവിക്കുന്നൊരു ദൈവമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ജീവിക്കുന്നൊരു ദൈവമുണ്ടോ? ദൈവമേ, നീ ഉണ്ടെങ്കിൽ നീ എനിക്ക് ഉത്തരം അരുളണമേ. മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ എൻ്റെ ജീവിതം എന്നെ നിർബന്ധിക്കുകയാണ് മരിക്കുവാൻ. ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം അരുളണമേ. അവൻ പ്രാർത്ഥിച്ചു തീർന്ന നിമിഷം അവൻ കണ്ടത്, അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആരാന്നറിയാമോ? സാധു സുന്ദർ സിംഗ്. ഒരു വലിയ സുവിശേഷ പ്രഘോഷകനായി മാറി. ബൈബിൾ വായിക്കുന്ന പൗലോസ് അപ്പോസ്തലനെ പോലെ ഒത്തിരിയേറെ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു മനുഷ്യൻ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ. പക്ഷെ തൻ്റെ ജീവിതം പൂർണ്ണമായി കർത്താവിനെ സമർപ്പിച്ചു. കാരണം സുന്ദർ സിംഗെ കണ്ടു, യേശുവിനെയാണ് കണ്ടത്. രാത്രിയിൽ ഓടി വന്നു, യേശു പ്രത്യക്ഷമായി ഓടി അവനെ ചെന്ന് അപ്പനെ തന്നെ വിളിച്ചു, അപ്പാ അപ്പം കണ്ട് ഉറങ്ങുകയാണ്. എന്താണ് നിനക്ക് ഇന്ന് രാത്രി എന്ത് വരും നിനക്ക്? ഞാനൊരു ക്രിസ്ത്യാനിയെ ഇപ്പം. അപ്പൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഇടമല്ല ഇറങ്ങി പോകാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അലഞ്ഞിരിച്ച് നടന്നു. ഒരു പ്രാർത്ഥനക്കാരനെ കണ്ടു, അയാൾ കൂട്ടിക്കൊണ്ടുപോയി വചനം പഠിപ്പിച്ചു, യേശുക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾ മനഃശാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. അവൻ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ്റെ ചരിത്രം വായിച്ചാൽ കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലനുണ്ടായ പീഡ പോലെ അനേകം പീഡിപ്പിക്കപ്പെട്ട അവിടെ ശക്തമായി ടിബറ്റിലും ഹിമാലയ പർവ്വതങ്ങളിൽ അനേക ഇടങ്ങളിൽ അദ്ദേഹം ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു, അനേകരെ മനഃശാന്തരപ്പെടുത്തി. അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു. രാജഭരണം നിലനിന്ന കാലഘട്ടത്തിൽ രാജാവ് ഏറ്റവും ക്രൂരമായ രീതിയിൽ അവനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു സംഭവം പറഞ്ഞ് ഓർക്കുന്നുണ്ട്. 30 അടി താഴ്ചയിൽ ഒരു കിണറ്റിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. ഒരു രാത്രിയിൽ സുന്ദർ സിംഗിൻ്റെ തോളൽ ഒടിഞ്ഞു പോയിരുന്നു. വേദനയോടെ കുഴി കിടക്കുകയാണ്. ആ രാത്രി സമയത്ത് ആരോ ആ കിണറിൻ്റെ മുകളിൽ നിന്ന് വിളിക്കുകയാണ്. അവൻ്റെ പേര് വിളിച്ചു, സുന്ദർ സിംഗിൻ്റെ പേര് വിളിച്ചു. എന്താ പറയുക, താഴേക്ക് ഒരു കയറ് ഇടുന്നുണ്ട്. ആ കയർ തൻ്റെ അരയിൽ കൊടുക്കാൻ പറഞ്ഞു, മുറുക്കാൻ പറഞ്ഞു. ഒരു കൈ ഒടിഞ്ഞ കൈയാണ്. ആ താഴേക്ക് ഇട്ട് കൊടുത്ത കയ കൊടുക്ക് തൻ്റെ അരയിൽ അയാൾ മുറുക്കി. ഇപ്പോൾ ഇയാൾ വിചാരിച്ചു ഏതോ പട്ടാളക്കാരനാണ് തന്നെ വലിച്ചെറിഞ്ഞ, പട്ടാളക്കാരെ വലിച്ചെറിഞ്ഞ് കുടിയിലേക്ക് എറിഞ്ഞത് ഏതൊരു പട്ടാളക്കാരനാണ് തന്നെ വിളിച്ചെന്ന് ഓർത്തു. അപ്രകാരം ചെയ്തു. മുകളിൽ നിന്നയാൾ കയറിൽ വലിച്ചു ഉയർത്തി കരയ്ക്ക് വന്നു. അടുത്തു നിന്ന് ആ മനുഷ്യൻ ഇയാൾ കണ്ടു. നല്ല ഇരുട്ടാണ്. അടുത്തുനിന്ന മനുഷ്യൻ ഇവൻ്റെ ഒടിഞ്ഞ തോളലിൽ ഒന്ന് തൊട്ടു. എന്നിട്ട് തിരിഞ്ഞ് നടന്നു പോകുന്നത് കണ്ടു. ആളെ പിന്നെ കണ്ടില്ല. പെട്ടെന്ന് മനസ്സിലായി തൻ്റെ തോളിലെ ഒടിഞ്ഞ അസ്ഥി, ആ തോളിൻ്റെ വേദന വിട്ടുപോയി. തൻ്റെ കൈ സുഖപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് യേശുവായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിച്ചൊരു വ്യക്തിയാണ് സുന്ദർ സിംഗ്. മരിക്കാൻ ആഗ്രഹിച്ച്, പ്രിയമുള്ളവരെ, എന്നാൽ ലോകത്തിൻ്റെ വെള്ളം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വചനമെന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ, വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ ഒഴുകാൻ തുടങ്ങി. അനേകരെ മനഃശാന്തരപ്പെടുത്തി. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്കൻ ഭാരതത്തിലെ അനേകം ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് വലിയ സമൂഹത്തിന് മുമ്പിൽ യേശു ഉയർത്ത മനുഷ്യനാണ് സുന്ദർ സിംഗ്. ഹല്ലേലൂയ. അനേകരെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ നിരാശയ്ക്ക് കൊണ്ടുപോകുന്നെങ്കിൽ കർത്താവ് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് വിളിച്ചിരുന്നു. അപ്പോൾ നാം ഇങ്ങനെ മനസ്സിലാക്കണം, എനിക്കുണ്ടാകുന്ന എല്ലാ തകർച്ചകളും ദൈവത്തെ കണ്ടെത്താനുള്ള വഴികളാണ്, നശിപ്പിക്കാനുള്ള വഴികളല്ല. അതുകൊണ്ട് കർത്താവെ, എൻ്റെ തകർച്ചകളെ ഓർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുന്നു, എൻ്റെ രോഗത്തെ ഓർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ക്യാൻസറോ ട്യൂമറോ ഏത് ഭീകര രോഗമായിക്കൊള്ളട്ടെ, ഇതെല്ലാം എൻ്റെ ദൈവത്തെ കണ്ടെത്താനുള്ള വഴിയാണിതെല്ലാം. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ല, നീ ഇപ്പോൾ വിളിച്ച് പറയണം, യേശുവേ, ഞാൻ വന്നിരിക്കുന്നത് നിൻ്റെ പക്കലേക്കാണ്. മരുന്നോ ലേപനൌഷധമല്ല കർത്താവേ, എല്ലാവരും സുഖപ്പെടുത്തുന്ന അങ്ങോട്ട് വചനം അയച്ച് അങ്ങനെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. ഞാൻ ഹൃദയത്തിൽ നിന്നും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വിടുതൽ നൽകും. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ വിളിക്കുന്നവരായിട്ട് മാറണം, പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തി കളയുന്ന സമയം അത് മാറ്റിയിട്ട് ഇനിമേൽ ഞാനും എൻ്റെ കർത്താവും ആ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, സ്തുതിച്ച് ആരാധിക്കണം. ഒന്നും വേണ്ട, നിസ്സാരമായിട്ട് പറയാൻ പറ്റും. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ആരാധന, സ്തോത്രം, ഈ വക വാക്കുകളിലൂടെ നമ്മൾ മനസ്സ് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗം തുറക്കുന്ന താക്കോലായിട്ട് മാറുക. പ്രാർത്ഥനകൾ നമ്മളിലേക്ക് ഇറങ്ങി വരും പരിശുദ്ധാത്മാവ്. ആർക്കും പ്രാപിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ,
ഹല്ലേലൂയ. നാം ഇന്ന് കുടിക്കുന്ന പാപത്തിൻ്റെ വെള്ളത്തെ ഉപേക്ഷിച്ചിട്ട് നാം കുടിക്കണം, ജീവജലം കുടിക്കണം. യേശു സമരിയക്കാരോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മെല്ലെ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൾ ചോദിക്കുകയാണ്, പ്രഭു അങ്ങനെയെങ്കിൽ ദാഹമില്ലാത്ത വെള്ളം അതെനിക്ക് വേണം, ഇനി ഇവിടെ വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ല. ലോകത്തിൽ ആരും പുറത്തിറങ്ങാത്ത സമയത്ത്, നട്ടുച്ച സമയത്ത് വെയിലും കൊണ്ട് ഞാൻ പേടിച്ച് ഒറ്റയ്ക്കാണ് അവിടെ വരുന്നത്, വെള്ളം എടുക്കാൻ വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇനി എനിക്ക് ഒരിക്കലും ദഹിക്കാതെ ജീവജലം തന്നാൽ മതി പ്രഭു. ഉടനെ യേശു മറുപടി പറയുകയാണ്. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. ശരി, എന്താ പറയാം, ഞാൻ തരാം. ഒരിക്കലും ദാഹിക്കാത്ത ഈ ജീവജലം നിനക്ക് ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. നിന്റെ ഭർത്താവ് എവിടെ? കാരണം യേശുവിനറിയാമായിരുന്നു എന്താണ് ഇവിടെ ജീവിതത്തിലെ പരാജയം, എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് തകർന്നു പോയിരിക്കുന്നത്. അതറിഞ്ഞുകൊണ്ട് യേശു ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് എവിടെ? അവനെ വിളിച്ചുകൊണ്ട് വാ. അവളുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഉത്തരമായിട്ട് യേശു പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല. അപ്പോൾ 6മത്തവനാണ് ഇപ്പോൾ കൂടുതലുള്ളത്. സ്ത്രീയെ, നീ സത്യമാണ് പറഞ്ഞത്. ഉടനെ ആ സ്ത്രീ മറുപടി പറയുകയാണ്, പ്രഭു അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നാം യേശുവിനോട് ചോദിക്കുക, കർത്താവേ എനിക്ക് ജീവജലം തരണമേ എന്ന് പറയുമ്പോൾ യേശു നമ്മോട് ചോദിക്കും, നിന്നോട് പറയും, നിന്റെ ഭർത്താവ് ഇവിടുന്നല്ല ചോദിക്കുക. നീ നാരിക്കുന്ന പാപത്തിൻ്റെ അവസ്ഥ യേശു ചൂണ്ടിക്കാണിച്ചതെന്ന് പറയും. അത് ഉപേക്ഷിക്കുന്നീ. ആ പാപത്തിൽ നീ പുറത്തു വാ. ക്ഷമിക്കാനാവാത്ത ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിൻ്റെ അവസ്ഥയിലെ നീ ക്ഷമിക്കുക. ഉപേക്ഷിക്കാനാവാത്ത പാപമില്ലേ, നീ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. നീ നിന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുക. ആ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നിലയിലേക്ക് ഇറങ്ങി വരും ദൈവത്തിൻ്റെ ജീവജലം സ്വർഗത്തിൽ നിന്ന്. നമ്മുടെ നിർത്താവ് തന്നെയാണ് ആവശ്യം പറയുന്ന പ്രിയമുള്ളവരെ. നമ്മുടെ മനസ്സാന്തരം, നമ്മുടെ പശ്ചാത്താപം, പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മുടെ തീരുമാനം. തുടർന്ന് യേശു പറയുകയാണ്, സ്ത്രീ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അന്ന് മനുഷ്യർ ദേവാലയങ്ങളിലും മലകളിലും മാത്രമാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത്. യേശു പറയുകയാണ്, ജെറുസലേമിലോ ഈ മലയിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധന തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നു. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശുവോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഇവിടെ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. യേശു പറയുന്നത്, ദൈവത്തെ ആരാധിക്കേണ്ടത് എവിടെയെങ്കിലും പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ടല്ല. നമുക്ക് എവിടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും? എങ്ങനെ ആരാധിക്കാൻ സാധിക്കും? ആത്മാവിലും സത്യത്തിലും. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്, പാടി ആരാധിക്കുന്നത്? നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും കർത്താവ് രൂപം വെച്ചിട്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. അത് ആത്മാവുള്ള ആരാധനയാണ്. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവമായിട്ട് ഒന്നായി ചേരുന്ന പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുക, സ്തുതി എന്ന് പറയുക. പാടി ആരാധിക്കാം, വാക്കുകളുടെ സ്തുതിച്ച് ആരാധിക്കാം. നാം ആരാധിക്കുമ്പോൾ അവിടെ ദൈവം മഹത്വപ്പെടുന്നു, സ്തുതിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. ദൈവം റെസ്പോണ്ട് ചെയ്ത്, ഞാൻ പറഞ്ഞു, ദൈവം ഉത്തരം നൽകുകയാണ് തൻ്റെ പരിശുദ്ധാത്മാവൻ നമ്മളിൽ അയച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. കാരണം ദൈവം ആത്മാവാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലൂടെ ആരാധിക്കണം. മറുപടിയായിട്ട് സ്ത്രീ പറയുകയാണ്, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീ പറയുകയാണ്, ക്രിസ്തു മിശിഹ വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. പ്രിയമുള്ളവരെ,
ജീവിതത്തിൽ ഒരു വശത്ത് തകർച്ചയും നിരാശയും വേദനയും മാത്രം. അനേകരാൽ അപമാനിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് ജീവിക്കുക. ജീവിതത്തിൽ പ്രത്യാശയില്ല. 5 പേരെ കൊടുത്ത് ജീവിച്ചു, അതെല്ലാം തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് വീണ്ടും ഒരു പരീക്ഷ നടത്തിയിരിക്കണം, 6ാമതൊരു ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട്. എന്താണ് ആ സ്ത്രീയുടെ മനസ്സ്? അവളുടെ വ്യക്തിത്വം എന്താണ്? തകർന്നു പോകുന്ന ഒരു ജീവിതം. പക്ഷെ അവിടെ എല്ലാവർക്കും പ്രത്യാശയുണ്ട്. അവൾ പറയാണ്, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യവും ഞങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ആ പാപത്തിന്റെ അവസ്ഥയിലും പ്രത്യാശകൾ കാത്തിരിക്കുകയാണ്. മിശിഹ വരും. ഇസ്രായേൽക്കാരും യഹൂദരും അവിടെ ശമര്യക്കാരും ഒക്കെ കാത്തിരിക്കുകയാണ്. രക്ഷകനെ കാത്തിരിക്കുന്ന കാലമാണത്. ആ രക്ഷകൻ വന്നു കഴിയുമ്പോൾ എന്താ പഠിപ്പിക്കുന്നത്? പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും, നീതിയെക്കുറിച്ച് പഠിപ്പിക്കും. ഈ പാപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന വിശ്വാസം. 6ാമതോട് ജീവിക്കുമ്പോഴും സ്ത്രീയുടെ ഉള്ളിൽ പ്രത്യാശയാണ്. മിശിഹ വന്നിരുന്നെങ്കിൽ, രക്ഷകൻ വന്നിരുന്നെങ്കിൽ, ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വിശ്വസിക്കുകയാണ്. ആ സ്ത്രീ അനേകം പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാണ് മിശിഹ വരിക, എന്നാണ് മിശിഹ വരിക? ദൈവമേ, ജീവിതം ദുസ്സഹമായിരിക്കുന്നു, മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, തളർന്നു പോകുന്ന ജീവിതം, എന്നാണ് മിശിഹ വരുന്നത്? അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ നട്ടുച്ച സമയത്ത് ആ കിഴക്കരയിലിരുന്ന് ഇവൾക്ക് വേണ്ടി കാത്തിരുന്ന് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് ഈ സ്ത്രീയെ നേടുവാൻ വേണ്ടിയിട്ടാണ് അന്ന് യേശുവോടെ വന്നത്. ഹല്ലേലൂയ. കാരണം അനേകം ദിവസങ്ങളിൽ ഈ സ്ത്രീ ഉള്ളിൽ വന്ന പ്രാർത്ഥന, മിശിഹായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങ് സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് യേശുവിനെ സിക്കാർ പട്ടണത്തിലെ ആ കിഴക്കരയിലേക്ക് അപ്പോൾ അയച്ചിരിക്കുന്നത്. തന്റെ ശിഷ്യന്മാരോട് നിന്നാൽ ഈ സ്ത്രീയോട് വരില്ല. യേശുവിനറിയാം എന്താണ് അവളുടെ അവസ്ഥ. യേശു വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവൾ വെള്ളമെടുക്കാൻ വരില്ല പുരുഷന്മാരെ കണ്ടാൽ. അതുകൊണ്ട് അവിടെ എല്ലാം പറഞ്ഞു വിട്ട് യേശു മാത്രം അവിടെ ഇരുന്നത്. യേശുവിനോട് പറയാണ്, ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യവും ഞങ്ങളെ അറിയിക്കും. അപ്പോൾ യേശുവിനോട് പറയാണ്, യേശുവിനോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഹല്ലേലൂയ. വളരെ മനോഹര നിമിഷമാണത്. ഒരാൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുക, ദൈവത്തെ കാത്തിരിക്കുക. ആ ദൈവം പറയാണ്, ഞാനാണ് അവൻ, നീ കാത്തിരിക്കുന്ന മിശിഹയാണ് ഞാൻ. ഹല്ലേലൂയ. എന്താണ് അവിടെ സംഭവിച്ചത്? ആ സ്ത്രീയുടെ മനസ്സ് ഒരൊറ്റ നിമിഷം കൊണ്ട് നിറഞ്ഞു. അവൾ സന്തോഷത്തിൽ പൂരിതയായ അവള്. അടുത്ത വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവനൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. ശ്രദ്ധിക്കണം, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവളാണ് ഈ സ്ത്രീ. ഇവള് യേശു പറയാണ്, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യേശുവിൽ പുറപ്പെട്ട പരിശുദ്ധാത്മ പ്രകാശം അവളെ പ്രകാശിപ്പിച്ചു, അവളെ കഴുകി വിശുദ്ധീകരിച്ചു. ദൈവത്തിന് മരണം കൊണ്ട് അവൾ കഴുകപ്പെട്ടു. ഇതാ അവൾ പുതിയ സൃഷ്ടിയായിട്ട് മാറി. അവൾ ആ നിമിഷം ആ കുടം താഴെ വെച്ചു. എന്നിട്ട് ഓടുകയാണ് അവൾ തിരിച്ച് പട്ടണത്തിലേക്ക്. താൻ ആരെ ഭയന്ന് ഒളിച്ചു നടന്നിരുന്നുവോ ആ പട്ടണക്കാരുടെ മുമ്പിലേക്ക് ചെന്ന് പറയുകയാണ്, ഇതാ നിങ്ങൾ വന്ന് കാണുവിൻ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ കണ്ടു, അത് ക്രിസ്തുവാണ് ഞാൻ വിശ്വസിക്കുന്നു. അതായിരിക്കുമോ ക്രിസ്തു ആണെന്ന് പറയാൻ ധൈര്യമില്ല. പക്ഷെ അവൾ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ ഞാൻ കണ്ടു, മിശിഹായെ കണ്ടു. ഇത് കേട്ടപാടെ ആ പട്ടണക്കാർ മുഴുവനും അവൾ പിന്നാലെ ഓടി വരികയാണ് കിഴക്കരയിലേക്ക്. 39-ാമത്തെ വചനം, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞുവെന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ ശമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ ശമരിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവിടുത്തെ വന്ന് തങ്ങളടുത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രമിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ വചനം കൊണ്ട് അവൾ കഴുകപ്പെട്ടു. പ്രിയമുള്ളവരെ, അവൾ കഴുകപ്പെട്ടു. അവിടെ അശുദ്ധിയെല്ലാം അവളെ വിട്ടുപോയി, പാവളെ വിട്ടുപോയി, അവൾ മനസ്സാന്തരപ്പെട്ടു. യേശു പുറപ്പെട്ട ജീവന പ്രകാശം കൊണ്ട് ആ സ്ത്രീ പൂരിതയായി.
കർത്താവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷം 6:61 പറഞ്ഞിരിക്കുന്നു. യേശു പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശു പറയാണ്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്, അത് ദൈവത്തിന്റെ ജീവനാണ്. അതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ ഓരോ വാക്കും ഈ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാടിലെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ജീവനുമാണ്. നാം വചനം ശ്രമിക്കുന്നു, ഓരോ വചനത്തിലൂടെയും കടന്നു വരുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 6:37 യേശു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യേശു പറയും, നിനക്ക് ദാഹമുണ്ടോ, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിനക്ക് ദാഹജലം നൽകാം. യേശു നൽകുന്ന ദാഹജലമാണ് ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവല്ല. നാം യേശുവിന്റെ വചനം ശ്രമിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമ്മളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവാണ്. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ദൈവത്തിന്റെ വാക്ക് അത് ആത്മാവും ജീവനുമാണ്. നമുക്ക് പരിശുദ്ധാത്മാവൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് ആത്മാവോട് എന്നെ ആത്മാവോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ വചനത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനത്തിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇറങ്ങി വരട്ടെ കർത്താവേ. എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഇന്ദ്രിയങ്ങളിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് അവിടുത്തെ ജീവൻ കടന്നു വരട്ടെ ദൈവമേ, അവിടുത്തെ വചനത്തിലൂടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയുവാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് വചനം സ്വീകരിക്കുക എന്നുള്ളത്. വചനം സ്വീകരിക്കുമ്പോൾ ആ വചനത്തിലൂടെയാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത്. നമ്മുടെ രോഗങ്ങൾ മാത്രമല്ല മാറുക, കാരണം വചനത്തിൽ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ ഓരോ വാക്കിലും പരിശുദ്ധാത്മാവിൻ്റെ തികവുണ്ട്, നിറവുണ്ട്. ഓരോ വാക്കിലും ദൈവത്തിൻ്റെ ജീവനുണ്ട്. അതുകൊണ്ടാണ് വചനം ശ്രമിക്കുമ്പോൾ നമുക്ക് സൗഖ്യമുണ്ടാകുന്നത്. എബ്രായ ലേഖനം 4:12 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അസ്ഥികളിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും ആത്മാവിലും ഛേദനയുമെല്ലാം തുളഞ്ഞു കയറുവാൻ there is power. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അത് ആത്മാവാണ്, വെറും ഒരു മനുഷ്യൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്ക്. അത് ചരിത്രമല്ല, സാഹിത്യമല്ല, കഥകളല്ല. വചനം ഉൽപ്പത്തി മുതൽ വെളിപാടുകളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ബൈബിൾ ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ വാക്കുകളാണ്. അത് നാം വിശ്വസിക്കണം, നാം അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് ജീവൻ നൽകും, സൗഖ്യം നൽകും. യേശു പറയാണ്, നിനക്ക് ദാഹമുണ്ടോ, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിനക്ക് ജീവജലം നൽകാം. യേശു നമുക്ക് ജീവജലം നൽകുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാക്കിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. നാം ശ്രമിക്കുന്ന വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന പരിശുദ്ധാത്മാവാണ്. കാനായിലെ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മാതാവ് ഓടി വന്ന് യേശുവോട് പറഞ്ഞൊരു വീഞ്ഞില്ല. യേശു ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ന്, എൻ്റെ സമയം ആയിട്ടില്ല. ആ സമൂഹത്തിന് വിളിച്ച് മാതാവിനെ സ്ത്രീ എന്ന് വിളിച്ചപ്പോൾ മാതാവിന് എൻ്റെ മഹത്വം നഷ്ടപ്പെട്ടില്ല. അവിടെ യേശു വിളിച്ച് ലോകത്തിന് വിളിച്ചു പറയാ, ഇത് സ്ത്രീയാണിത്, സ്ത്രീയാണ് നിൽക്കുന്നത്. ഇവൾ എൻ്റെ അമ്മ മാത്രമല്ല, ഇവൾ സ്ത്രീയാണ്, അയക്കപ്പെട്ട സ്ത്രീ എന്ന് പറയാൻ വേണ്ടിയാണ് യേശു സ്ത്രീ എന്ന് വിളിച്ചത് അവിടെ മറിയത്തെ. പക്ഷെ അപ്രകാരം വിളിച്ചപ്പോൾ മറിയം എന്താ പറഞ്ഞത്? പെട്ടെന്ന് മാതാവ് അവിടെ നിന്ന് വേലക്കാരോട് പറയുകയാണ്, മറിയം പരിചാരരോട് പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. ഹല്ലേലൂയ. അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് മറിയം പറഞ്ഞ നിമിഷം യേശുവിൻ്റെ ആത്മാവ് ഉണർന്നു. മറിയത്തിൽ നിന്ന് പുറപ്പെട്ട വചനം യേശുവിൻ്റെ ആത്മാവിനെ അഗ്നിയാക്കി മാറ്റി. പെട്ടെന്ന് യേശു പറയാണ്, ഫിൽ ദ ജാർസ് വിത്ത് വാട്ടർ, ഭരണികളിൽ വെള്ളം നിറയ്ക്കേ. അവിടെ വചനം പറഞ്ഞിട്ടുണ്ട്, 6 കൽഭരണികളുണ്ടായിരുന്നു ഇവിടെ. ഈ 6 കൽഭരണികളിൽ ഈ പരിചാരകന്മാര് വെള്ളം കോരി ഒഴിച്ച് നിറച്ചു. അത് വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് രൂപാന്തരപ്പെട്ട് വീഞ്ഞായി മാറി. സാധാരണ വീഞ്ഞല്ല, മുന്തിയന വീഞ്ഞായിട്ട് മാറി, ലഹരി കൂടിയ വിരി കൂടെ വീഞ്ഞായിട്ട് മാറി ആ വീഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് മറിയം നമ്മോട് പറയും, മാതാവ് പറയും, അവൻ പറയുന്ന പോലെ ചെയ്യുവിനും, അവൻ്റെ വാക്ക് അനുസരിക്കുകയും. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുക. ഇത് നമ്മളോട് അമ്മ പറയാനുള്ളത്. ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാതാവ് പറയുകയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. യേശു പറയും, നീ നിന്റെ ഹൃദയം എന്ന ഭരണിയിൽ വെള്ളം നിറയ്ക്ക്, കൽഭരണിയിൽ വെള്ളം നിറയ്ക്ക്. പാപം മൂലം കഠിനമായ നിന്റെ ഹൃദയത്തിലേക്ക് ജീവജലം നിറയട്ടെ, വചനം നിറയട്ടെ, വചനം നിറയട്ടെ, അവിടെ വചനം നിറയട്ടെ. അവിടെ വചനം നിറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറയും. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ
ദൈവത്തിൻ്റെ ആത്മാവ് നിറയാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് വചനം കൊണ്ട് നിറയപ്പെടുക എന്നുള്ളത്. നമ്മൾ വചനമില്ലാതെ പോകുന്നതുകൊണ്ട് നമ്മൾ ശൂന്യനും ശുഷ്കരമായി പോവുകയാണ്. നമ്മളിൽ പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാതെ പോവുകയാണ്. നമുക്കെല്ലാം അഭിഷേകം വേണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഇത് അഭിഷേകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശിലയാണ് വചനം. സ്വീകരിക്കുന്ന വചനമാണ് ഉള്ളിൽ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. 2 ജീവനാണ്. നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലുമെല്ലാം ജീവൻ നൽകുകയാണ് വചനം. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ രോഗത്തെ ഇപ്പോൾ എടുത്തു മാറ്റണമേ, വചനം അയച്ച് എന്നെ സൗഖ്യപ്പെടുത്തണം പറയണം. നിങ്ങൾ സങ്കീർത്തനം 120 പറഞ്ഞിരിക്കുന്നു, He sent out His word and healed them and delivered them from every destruction. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി, എല്ലാ വിനാശത്തിലും വിടുവിച്ചു. വചനം അയച്ചാണ് ദൈവം സൗഖ്യപ്പെടുത്തത്, വിനാശത്തിന് വിടുവിച്ചത്. കർത്താവേ, ആത്മാവും ജീവനുമായ അവിടുത്തെ വചനം ഇപ്പോൾ എൻ്റെ മാംസത്തിലേക്ക്, എൻ്റെ രക്തത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ അസ്ഥിയിലേക്ക്, മജ്ജയിലേക്ക്, സന്ധി ബന്ധങ്ങളിലേക്ക്, എൻ്റെ തലച്ചോറിലേക്ക്, എൻ്റെ കണ്ണുകളിലേക്ക്, കാതുകളിലേക്ക്, എൻ്റെ ഹൃദയപേശികളിലേക്ക്, ആമാശയത്തിലേക്ക്, ശ്വാസകോശങ്ങളിലേക്ക്, ഗർഭാശയത്തിലേക്ക്, എൻ്റെ കിഡ്നികളിലേക്ക്, നട്ടിലെ കശേരുകളിലേക്ക്, എവിടെയെല്ലാം രോഗമുണ്ടോ അവിടേക്ക് വചനം ഇറങ്ങി വരട്ടെ, തുളിഞ്ഞു കയറട്ടെ. കർത്താവേ, ജീവൻ നൽകുവാൻ ശക്തിയുള്ള ആ വചനം കൊണ്ടിപ്പോൾ എന്നെ സുഖപ്പെടുത്തണമേ. കാരണം മരുന്നോ ലേപനോഷധമല്ല യേശുവേ, അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തത്. അതേ വചനത്താൽ ഇപ്പോൾ എന്നെ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നാണ് വചനം. ആ വചനം കൊണ്ട് ഞാൻ നിറയുമ്പോൾ എനിക്ക് സൗഖ്യമാകും. കർത്താവ് നമ്മോട് പറയും, നിന്റെ ഹൃദയം എന്ന ഭരണിയിൽ വെള്ളം നിറയ്ക്കേ, വചനം നിറയ്ക്കേ. ആ വചനം നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ മുന്തിയനും വീഞ്ഞുണ്ടാകും. യേശുവിൽ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പരിചാരകന്മാർ ആ വീഞ്ഞ് കൊണ്ട് കൊടുത്തു, കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അയാളിത് ടേസ്റ്റ് ചെയ്തു. അയാൾ ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് ഈ വീഞ്ഞ്? ഈ മുന്തിയനും വീഞ്ഞ് എവിടെ നിന്നാണ്? നിങ്ങൾ എന്തിനു മാറ്റി വെച്ച് ഇത്രയും നേരം? ഇതാ എല്ലാവരും ലഹരി പിടിച്ചു കഴിഞ്ഞപ്പോൾ കൊടുക്കാനാണ് ഇത് കൊടുക്കേണ്ടത്. ആദ്യം കൊടുക്കേണ്ടതല്ലായിരുന്നോ? ലഹരി പിടിച്ച് കഴിയുമ്പോൾ കൊടുക്കേണ്ടത് സാധാ വീഞ്ഞാണ്. പക്ഷെ ഇത്രയും നല്ല വീഞ്ഞുകൾ മാറ്റി വെച്ചില്ലേ? അയക്കറിയില്ല എവിടെ നിന്ന് വീഞ്ഞ് വന്നെന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വീഞ്ഞ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ട് ഇനി യേശു വീഞ്ഞുണ്ടാക്കി അത്ഭുതം പ്രവചിച്ച് കള്ളുപിടിക്കാവുന്ന വ്യാഖ്യാനമല്ല. ഇവിടെ യഹൂദന്മാരുടെ ജീവിതത്തിലെ അവരുടെ ഒരു അവിഭാജ്യ ഘടകമാണ് വീഞ്ഞെന്നുള്ളത്. അവരുടെ വിരുന്നിൻ്റെ ഭാഗമാണ്. അത് വീഞ്ഞു കുടിച്ച് അവർ ഉന്മത്തരാകാൻ വേണ്ടിയിട്ടല്ല, അവരുടെ വിജയത്തിലൊരു ഭാഗമാണ്. ഒരു നിർബന്ധമായ മസ്റ്റ്, അത് നിർബന്ധമാണ്. അവർക്ക് വീഞ്ഞ് വേണം. അതുകൊണ്ടാണ് ആ സമയത്ത് യേശുവിടെ വീഞ്ഞ് ഉണ്ടാക്കുന്നത്, അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വീഞ്ഞ് കുടിച്ച് കള്ളു കുടിച്ച് പൂസാകുന്ന അവസ്ഥയല്ല അതിനർത്ഥം. അതുപോലെ വ്യാഖ്യാനം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പ്രിയമുള്ളവരെ. അവിടെ ഇന്ന് ഈശോ പറയും, ഇതാ നിനക്ക് വേണ്ടത്, നീ ഇവിടെ ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടത് വചനമെന്ന ജീവജലമാണ്. അത് നിറഞ്ഞു കഴിയുമ്പോൾ, ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണരും. നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് അത് വീഞ്ഞും കൂടി വീഞ്ഞു പോലെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഉയർത്തി പിടിക്കാം സ്വർഗത്തിലേക്ക്. കർത്താവേ, ആത്മാവും ജീവനുമായ അവിടുത്തെ വചനത്താൽ എൻ്റെ ഹൃദയം നിറച്ച്, എൻ്റെ ശരീരം നിറച്ച്, എൻ്റെ രക്തത്തുള്ളികളിൽ, എൻ്റെ നാഡീ ഞരമ്പുകളിൽ, മാംസപേശികളിലേക്ക് ആ വചനം അയച്ചുകൊണ്ട് എനിക്ക് ജീവൻ നൽകണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. അവിടുത്തെ വചനം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തക്കവണ്ണം എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. ബി ഫ്രീ, ബി ഫ്രീ, ബി ഫ്രീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അശുദ്ധിയും വിട്ടുപോകട്ടെ, എല്ലാ തിന്മയും വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടു മാറട്ടെ, ശാപങ്ങൾ വിട്ടു മാറട്ടെ, കഷ്ടങ്ങൾ വിട്ടു മാറട്ടെ, ശതനോടി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനെന്നാഥനെ വാഴ്ത്തുന്നു, ബോധം